Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ICDS Supervisorന്റെ സിലബസിലുള്ള സോഷ്യൽ വർക്ക് സബ്ജക്റ്റിൽ വരുന്ന ഒരു പോർഷൻ ആണ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ്. അതിലെ ഏതാനും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ അത് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോന്റെ കൂടെ തന്നെ കണ്ടന്റ് പേജിൽ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിലും ആ കണ്ടന്റ് പേജിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ്സ് എന്ന് നോക്കാം. ഇതും ഈ ഒരു പോർഷനും നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ്സ്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, primary group, secondary group, reference group, group dynamics, dyads and triads, competition, conflict, cooperation and cohesion, accommodation. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എക്സാമിൽ. ഇതിൽ നിന്ന് പല തരത്തിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് ബാക്കിയുള്ള കോൺസെപ്റ്റ്സിന്റെ കൂടെ ഇതുവരെ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് ഈസ് എ ഗ്രൂപ്പ്? സോഷ്യോളജിയിൽ അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിൽ ഒന്നാണ് ഗ്രൂപ്പ് എന്നുള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് 2 പേരെങ്കിലും ഉള്ളതാകണം ഒരു ഗ്രൂപ്പ്. 2 പേര് ചേർന്നെങ്കിൽ മാത്രമേ അത് ഗ്രൂപ്പ് എന്ന് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന രീതിയിലേ വരുന്നുള്ളൂ. A group refers to 2 or more people who share a common meaning and evaluation of themselves and come together to achieve a common goals. നമ്മളെക്കുറിച്ച് പൊതുവായ ഒരു അർത്ഥവും വിലയിരുത്തലും പങ്കിടാനും അതുപോലെ തന്നെ പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഒത്തുചേരുന്ന 2ഓ അതിലധികമോ ഉള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. In other words, a group is a collection of people who interact with one another, accept rights and obligations as members, and who share a common identity. ഇതില് they interact each other, പരസ്പരം ഇടപഴകുന്നു, ആൻഡ് ഈ ഗ്രൂപ്പിലെ മെമ്പർ എന്ന നിലയിൽ ഇവർ അവരുടെ അവകാശങ്ങളും കടമകളും അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ്. എന്താണ് ഒരു ഗ്രൂപ്പിന്റെ സവിശേഷതകൾ? 2 or more persons. If it is one person, it is not a group. ഒരാളുള്ളൂ എങ്കിൽ അതിനെ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല. സോ we can say formal social structure in a group. Formal social structure നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. So rules are defined and there should be a common goal and face-to-face interaction. They will talk with each other and it is interdependence. Each one is complementary to other and recognition by others. These are the characteristics of a group. Next is type of group. Type of group എന്ന് പറയുന്നത് according to the nature of social ties, അതായത് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഐഡന്റിഫിക്കേഷൻ, സാമൂഹികമായ തിരിച്ചറിയൽ, അതായത് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, റെഫറൻസ്, ഇത്തരത്തിൽ സോഷ്യൽ ഐഡന്റിഫിക്കേഷന്റെ ബേസിൽ ഗ്രൂപ്പ്സിനെ തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ അക്കോർഡിംഗ് ടു ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സോ നമുക്ക് ഓരോ ടൈപ്സും എന്താന്ന് വ്യക്തമായിട്ട് നോക്കാം. വാട്ട് ഈസ് പ്രൈമറി ഗ്രൂപ്പ്? Primary group are small in size and characterized by personal, intimate and non-specified relationship between their members. Primary group എന്താണെന്നറിയാം, നമുക്കറിയാം ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ് ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ പേഴ്സണൽ, വ്യക്തിപരമായതും വളരെ ചെറിയൊരു ഗ്രൂപ്പും, ഇൻറ്റിമേറ്റ് ആൻഡ് നോൺ സ്പെസിഫൈഡ് റിലേഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ്. എക്സാമ്പിൾ ഫാമിലി, എ കപ്പിൾ, എക്സെട്ര.
Elements of a primary group tend to be small and ordinarily composed of fewer than 15 to 20 individuals. ചെറിയതും സാധാരണയായി 15 മുതൽ 20 വരെയുള്ള വ്യക്തികൾ അടങ്ങുന്നതുമാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Interaction and communication among members is of intimate and personal in nature. അംഗങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ ആശയവിനിമയവും വളരെ ആഴമേറിയതും വ്യക്തിപരവുമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. Members commonly develop strong emotional bond with other members. ഇവിടെ മെമ്പേഴ്സ് തമ്മിൽ പ്രൈമറി ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ജനറലി പെർസിസ്റ്റ് ഓവർ എക്സ്റ്റെൻസീവ് പീരീഡ് ഓഫ് ടൈം. സാധാരണയായി വിപുലമായ കാലയളവിൽ ഇത് നിലനിൽക്കുന്നു. ഏകദേശം ലോങ് പീരീഡിൽ ഇത് നീണ്ടു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി ഗ്രൂപ്പ്. Secondary group refers to formal, impersonal group in which there is a little social intimacy or mutual understanding. Example, business organization, political parties, labor union, etc. Primary group പോലെയല്ല, ഇത് ഫോർമൽ ആണ്, അതുപോലെ തന്നെ ഇംപേഴ്സണൽ ആണ്, വ്യക്തിപരമല്ലാത്ത ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്റിമസി അതുപോലെ പരസ്പര ധാരണയോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഇസ് വെരി സൂപ്പർഫിഷ്യൽ. അതായത് അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ സൂപ്പർഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്കിടയിൽ പരോക്ഷമായ സ്വാധീനം മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്നുള്ളൂ. ദർ ഈസ് എൻ ഇൻഡയറക്റ്റ് എക്സേർഷൻ ഓഫ് ഇൻഫ്ലുവൻസ് എമംഗ് ദം. Relationship in them are usually competitive rather than mutually helpful. അവരിലെ ബന്ധങ്ങളിൽ പരസ്പരം സഹായകരമാകുന്നതിനേക്കാൾ സാധാരണയായി മത്സരാധിഷ്ഠിതമാണെന്നാണ് പറയുന്നത്. The group which provide experience lacking in intimacy are called social groups. ഇതിൽ എന്താണോ ഇന്റിമസി ലാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ ഗ്രൂപ്സ്. In groups is social category to which person feels they belong and share consciousness and awareness of kind. In other words, these are the group for which we proceed with the pronoun my, such as my family, my nation, my caste, my occupational group, etc. ഇവിടെ ഞാൻ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറയുന്നു. അതായത് എൻ്റെ കുടുംബം, എൻ്റെ രാജ്യം, എൻ്റെ ജോലി, അത്തരത്തിൽ ഞാൻ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നുള്ളത് പറയുകയും ആൻഡ് ഷെയർ എ കോൺഷ്യസ്നെസ് ആൻഡ് അവയർനെസ് ഓഫ് കൈൻഡ് എന്നാണ് ഇൻ ഗ്രൂപ്പിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ ഗ്രൂപ്പ്: മ്യൂച്വൽ സിമ്പതി ടുവേർഡ്സ് വൺ അനദർ. പരസ്പരം ഒരു സിമ്പതി നമുക്ക് അംഗങ്ങൾക്കിടയിൽ കാണുന്നു. ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ, ഹെൽപ്പ് ആൻഡ് ഗുഡ് വിൽ. പരസ്പര സഹകരണം, അതുപോലെ തന്നെ സഹായം, സൗഹാർദ്ദമൊക്കെ നമുക്ക് ഈ ഒരു ഇൻ ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നു. റെസ്പെക്ട് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആൻഡ് റൈറ്റ് ആൻഡ് സെന്റിമെന്റ് ഓഫ് സോളിഡാരിറ്റി ആൻഡ് വി ഫീലിംഗ്. ഐക്യദാർഢ്യം, അതുപോലെ തന്നെ വി ഫീലിംഗ്. ഫീലിംഗ് ഓഫ് ടോളറൻസ്, സഹിഷ്ണുത, അനുകമ്പ, അത്തരത്തിലുള്ള കമ്പാഷൻ ആൻഡ് ജനറോസിറ്റി ആൻഡ് പ്രിഫറൻഷ്യൽ ബിഹേവിയർ വിത്ത് ദ മെമ്പർ. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഈസ് ഔട്ട് ഗ്രൂപ്പ്. An outgroup is a group or category to which people feel they do not belong. തങ്ങളുടേതല്ലെന്ന് ആളുകൾക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആൻഡ് വി ട്രീറ്റ് മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഔട്ട് ഗ്രൂപ്പ് ആസ് അതേഴ്സ്. അതിലുള്ള മറ്റംഗങ്ങളെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരായി തന്നെ കാണുന്നു. അല്ലാതെ ഈ ഒരു ഗ്രൂപ്പിന്റെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത അതിനകത്തില്ല. ആൻഡ് വി ട്രീറ്റ് മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഔട്ട് ഗ്രൂപ്പ് ആസ് അതേഴ്സ്. ആൻഡ് വി ഹാവ് ദ ഫീലിംഗ് ഓഫ് ഇൻഡിഫറൻസ്, അവോയ്ഡൻസ്, ഡിസ്ഗസ്റ്റ്, കോമ്പറ്റീഷൻ, സസ്പീഷൻ ആൻഡ് സ്കോൺ ടുവേർഡ്സ് ദം. അതുകൊണ്ട് തന്നെ പരസ്പരം നിസ്സംഗത, വെറുപ്പ്, മത്സരം, സംശയം എന്നിവ മറ്റുള്ള അംഗങ്ങളോട് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഔട്ട് ഗ്രൂപ്പിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റെഫറൻസ് ഗ്രൂപ്പ്സ്. മുസ്തഫ ഷെരീഫ് in 1953 defined reference group as those group which the individual relates himself as a part or to which he aspires to relate himself psychologically. ഒരു
ഗ്രൂപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഈ ഇതിൽ തന്നെ പറയുന്നത് the term reference group was coined by Herbert Hillman and the reference group which is used as basis for the comparison and evaluation. താരതമ്യത്തിനും അതുപോലെ തന്നെ വിലയിരുത്തലിനും അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. പോസിറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്സ് are the one we want to be accepted by. Thus, if we want to be a film actor, we might carefully observe and imitate the behavior of film actor. അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിലിമിൽ നമ്മളൊരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊരു സിനിമ കാണുകയാണെങ്കിലും ഇല്ലെങ്കിൽ അതിലെ ഏതൊരു റോള് ഇല്ലെങ്കിൽ ഒരു അഭിനയം, അതിന്റെ പെരുമാറ്റം, ആ ഒരു ആക്ടറിന്റെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് നെഗറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ആൻഡ് ദീസ് ഗ്രൂപ്പ് വി ഡു നോട്ട് ബി ഐഡന്റിഫൈഡ് വിത്ത് ആൻഡ് ട്രൈ ടു അവോയ്ഡ് റിസംബ്ലിംഗ് മെമ്പേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇവിടെ പറയുന്നത് ഈ ഗ്രൂപ്പിലെ ഒരാളുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഈ ഗ്രൂപ്പിൽ ഒരാളായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുമായിട്ടുള്ള സാമ്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ദി ഗ്രൂപ്പ് വി ഡു നോട്ട് ബി ഐഡന്റിഫൈഡ് വിത്ത് ആൻഡ് ട്രൈ ടു അവോയ്ഡ് റിസംബ്ലിംഗ് മെമ്പേഴ്സ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഈസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്. ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫോർമൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വിച്ച് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർഗനൈസേഷൻ ആൻഡ് ഹാവ് എ പബ്ലിക് ഐഡന്റിറ്റി ആൻഡ് ഗോൾ ടു അച്ചീവ്. അതായത് ഓർഗനൈസേഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പിനെ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന് പൊതുവായി ഒരു ഐഡന്റിറ്റിയും ഗോളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വർക്ക്, അതുപോലെ തന്നെ ചർച്ച്, ട്രേഡ് യൂണിയൻ ഒക്കെ നമുക്ക് ഒരു ഫോർമൽ ഗ്രൂപ്പായിട്ട് പറയാം. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വിറ്റ് എമേർജ് ഓൺ ബേസിസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇൻഫോർമൽ ഗ്രൂപ്പിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. നമ്മൾ പ്രസന്റേഷന്റെ തുടക്കത്തിലേ പറഞ്ഞു, രണ്ടോ അതിലധികമോ ഉള്ള ആളുകൾ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ ആളുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അത് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്, അതുപോലെ ആ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും സ്വഭാവം ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു, അത്തരത്തിലുള്ളതിനെയൊക്കെ വിശദമായി ഡീപ്പായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് ഡൈനാമിക് കണ്ടെയ്ൻസ് ടു ടേംസ്, ഗ്രൂപ്പ് ആൻഡ് ഡൈനാമിക്. രണ്ട് സെപ്പറേറ്റ് വാക്കുകളാണ് ഗ്രൂപ്പ് ആൻഡ് ഡൈനാമിക്. ഗ്രൂപ്പ് ഈസ് ബേസിക്കലി എ കളക്ടിവിറ്റി ഓഫ് 2 or more പേഴ്സൺ. ഇതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കളക്ടിവിറ്റി ഓഫ് 2 or more persons, രണ്ടോ അതിലധികമോ ഉള്ള ആളുകളെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഡൈനാമിക് കം ഫ്രം ദ ഗ്രീക്ക് വേർഡ് മീനിങ് ഫോഴ്സ്. ഡൈനാമിക് എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതിന്റെ അർത്ഥം ഫോഴ്സ് എന്നാണ്. Thus, group dynamic is concerned with the interaction of forces among group members in a social situation. അതായത് ഓരോ അംഗത്തിന്റെയും ആന്തരിക ചിന്തകളും വികാരങ്ങളും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസും എല്ലാം അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെയും ബാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡൈനാമിക്സ് ആർ പ്രോസസ് ദാറ്റ് occurs between group members and dynamics are affected by each member's internal thoughts and feelings and their expressed thoughts and feelings, their non-verbal communication and the relationship between group members. Group dynamics helps a group or an individual to understand how each person's action make a sense in the context of the group. അതായത് ഓരോ വ്യക്തിയുടെയും പ്രകടനങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ പശ്ചാത്തലത്തെ എങ്ങനെ അർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
Next is principles of a group dynamics. The member of the group must have a strong sense of belonging to the group. നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ അംഗമാണെന്ന് ശക്തമായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. And the barrier must between the leaders and to be led must be broken. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പിനെ നയിക്കാനും നയിക്കുന്ന ഒരാളും അല്ലെങ്കിൽ നയിക്കപ്പെടുന്നവരും അവർ തമ്മിലുള്ള തടസ്സങ്ങളെല്ലാം നമ്മൾ തകർത്തെറിയണം എന്നാണ് പറയുന്നത്. And more attraction a group is to its members, greater influence it would exercise on its members. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളോട് കൂടുതൽ ആകർഷിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അംഗങ്ങളെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അവിടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിന് തന്നെയാണ്. And the greater the prestige of the group member is in the eyes of the members. Next is principles of group work. The member of a group must have a strong sense of belonging to the group. The barrier between the leaders and to be led must be broken down. നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ അംഗമാണെന്ന് ശക്തമായ ബോധം നമുക്ക് ഓരോരുത്തർക്കും, അതായത് അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരാളും ഇല്ലെങ്കിൽ നയിക്കപ്പെടുന്നവരും അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തകർത്തെറിയണമെന്നാണ് പറയുന്നത്. The more attraction a group is to its members, a greater influence it would exercise on its members. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളോട് കൂടുതൽ ആകർഷിക്കുകയും അതിൻ്റെ അംഗങ്ങളെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങൾക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. A successful effort to change individual subparts of the group would result in making them conform to the norms of the group. ഒരു ഗ്രൂപ്പിന്റെ സബ്പാർട്സിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള വിജയകരമായ ശ്രമങ്ങൾ ഗ്രൂപ്പിന്റെ മാനദണ്ഡങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ഇടയാകും എന്നാണ് പറയുന്നത്. The pressure for change, when strong, can be established in a group by creating a shared perception by the members for the need for the change exercise on the theme. മാറ്റത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് അംഗങ്ങൾ പങ്കിട്ട ധാരണകൾക്കനുസരിച്ച് ഗ്രൂപ്പിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സമ്മർദ്ദവും വരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ദ സോഷ്യൽ പ്രോസസ്സസ് ദാറ്റ് ഇമ്പാക്ട് ഓൺ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് പെർഫോമൻസ്. അതായത് ഒരു ഗ്രൂപ്പിന്റെ വികസനത്തെയും പ്രകടനത്തെയും ബാധിക്കുന്ന സാമൂഹിക പ്രക്രിയകൾ തിരിച്ചറിയുന്നതിനും വിശകലനം ചെയ്യുന്നതുമാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടു അക്വയർ ദ സ്കിൽസ് നെസസറി ടു ഇന്റർവീൻ ആൻഡ് ഇംപ്രൂവ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പെർഫോമൻസ് ഇൻ ആൻ ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ്. ഓരോ അംഗങ്ങളുടെയും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിന്റെയും പ്രകടനങ്ങളും ഇടപെടലും മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ കഴിവുകൾ നേടുന്നു. To build more successful organization by applying techniques that provides positive impact on goal achievement. ലക്ഷ്യങ്ങളുടെ നേട്ടത്തിന് ഗുണപരമായ ഫലങ്ങൾ നൽകുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ വിജയകരമായ കാര്യങ്ങളിലേക്ക് എത്തുന്നു. അതായത് കൂടുതൽ നമ്മളെ പല സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പല ടെക്നിക്സ് ഉപയോഗിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു ഗോൾ അച്ചീവ്മെന്റിൽ കൊണ്ടുവരാണ് ചെയ്യുന്നത്. എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇതൊരു ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ എലമെന്റ്സ് ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ, കോണ്ടന്റ് ആൻഡ് പ്രോസസ്, ഡിസിഷൻ, ഇൻഫ്ലുവൻസ്, ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ്, റോൾസ്, മെമ്പർഷിപ്പ്, ഫീലിംഗ്സ്, നോംസ്, ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഗ്രൂപ്പ് മെച്യൂരിറ്റി. ഇത് ഓരോന്നും ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഗ്രൂപ്പ് ഡൈനാമിക്സിൽ പ്രധാനമായിട്ട് രണ്ട് കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്, ഡയാഡ് ആൻഡ് ട്രയാഡ്. ജോർജ് സിമ്മലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ കാര്യത്തിലും കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയാഡ് എന്ന് പറയുമ്പോൾ 2 പേര് കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഗ്രൂപ്പും ട്രയാഡ് എന്ന് പറയുന്നത് 3 പേർ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഗ്രൂപ്പും ആണ്. ഡയാഡിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം.
ആ ഗ്രൂപ്പിൽ ഏതൊരു സമയത്തും 2 പേര് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ദ മോസ്റ്റ് ബേസിക് ഫണ്ടമെന്റൽ ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 people ഈസ് കാൾഡ് ഡയാഡ്. The relationship between the 2 people can be linked through romantic interest, family relation, school, work, and so on. As you likely know from the personal experience, these relationships can be emotionally intense but also unstable and sometimes only temporary. In Dyad, both members of the group must cooperate to make it work. If just one fails to cooperate, the group will fall apart. അപ്പോൾ ഡയാഡ് എന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ആ ഗ്രൂപ്പിൽ ഏത് സമയത്തും 2 പേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയാഡ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരു ടെമ്പററി നേച്ചറും ആണ് ഈ ഒരു ഡയാഡ് ഗ്രൂപ്പിനുള്ളത്. എപ്പോൾ വേണമെങ്കിലും അത് ഒരു ഗ്രൂപ്പ് അല്ലാതായി മാറാം. പക്ഷേ ഒരു ഡയാഡിനെ സംബന്ധിച്ചിടത്തോളം അതിലെ അംഗങ്ങൾ തമ്മിൽ അത്രയും അധികം യോജിപ്പും അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു മെമ്പർ ആ ഗ്രൂപ്പിനോട് കോപ്പറേറ്റ് ചെയ്യാതായി കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രയാഡ്. If you add another person to dyad, it becomes a triad. A triad is a social group that consists of 3 people. Its simple addition of just one person significantly affect the group interaction and dynamics. Triad പേര് പോലെ തന്നെ 3 പേര് കൂടി ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. 3 പേരും അവരുടെ ആശയങ്ങളിലും അല്ലെങ്കിൽ പ്രവർത്തന രീതിയിലും സ്വഭാവ സവിശേഷതകളിലും എല്ലാം തന്നെ കോമൺ എലമെന്റ് ഉള്ളവരായിരിക്കും. ആ എലമെന്റ്സ് ആണ് അവരെ ആ ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ട്രയാഡ് ഗ്രൂപ്പിന്റെ സവിശേഷത എന്ന് വെച്ചെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ പെരുമാറ്റക്കേടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിനെ മൂന്നാമത്തെ ആൾക്ക് അതിലിടപെട്ട് ഒരു മീഡിയേറ്ററിന്റെ റോള് വഹിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ട്രയാഡ് ഗ്രൂപ്പ് ഡയാഡ് ഗ്രൂപ്പിനേക്കാളും സ്റ്റേബിളും പെർമനൻസി ഉള്ളതുമാണെന്നും പറയുന്നു. നെക്സ്റ്റ് ഈസ് കോപ്പറേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് 2 or more persons joining their intelligence, effort, talents and resources together to attain a goal which can be shared. കോപ്പറേഷനിൽ വരുന്നത് കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്. അതിൽ 2 അതിലധികമോ വ്യക്തികൾ അവരുടെ പൂർണ്ണമായ കഴിവുകളും വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു കോമൺ ഗോള് അച്ചീവ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് co-joined action or an alliance of a person or a group seeking some common goal or reward. ഇതൊരു സംയോജിത പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യമോ പ്രതിഫലമോ തേടുന്ന വ്യക്തിയുടെയോ ഗ്രൂപ്പുകളുടെയോ ഒരു സഖ്യമാണെന്നും പറയാം. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് കോപ്പറേഷൻ. There are 3 types of cooperation: informal cooperation, formal cooperation and symbolic cooperation. ഇതിൽ പേരുകൾ പോലെ തന്നെ informal cooperation, it is characterized as spontaneous and involves mutual give and take. Spontaneous ആയിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമൽ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മ്യൂച്വൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർമൽ കോപ്പറേഷൻ, ഇറ്റ്സ് another type of cooperation. It is characterized deliberate contractual nature. അതൊരു കരാർ അടിസ്ഥാനത്തിലുള്ളത് പോലെയൊക്കെ നമുക്ക് പറയാം. ഇതിൽ കൂടുതലും അംഗങ്ങളുടെ അവകാശങ്ങളും സാധ്യതകളും ഇല്ലെങ്കിൽ അതൊക്കെ നിർദ്ദേശിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. And symbolic cooperation. It is a situation where 2 or more persons live together harmoniously and are supportive and interdependent, resulting in mutual interest. അതായത് 2 അതിലധികമോ ആളുകൾ ഒരുമിച്ച് താമസിച്ച് അതുപോലെ തന്നെ പരസ്പരം സപ്പോർട്ടീവായി ഇന്റർഡിപെൻഡന്റ് ആയതിന്റെ റിസൾട്ട് ആയിട്ട് മ്യൂച്വൽ ഇൻട്രസ്റ്റ് വരുന്നു. ഇതാണ് സിംബോളിക് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പറ്റീഷൻ. It is a form of impersonalized struggle or opposition
to secure a reward or goal which cannot be shared. നമ്മൾ കോപ്പറേഷനിൽ ഗോൾ ഷെയർഡ് ആണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് പങ്കിടാനോ ഷെയർ ചെയ്യാനോ കഴിയാത്ത ഒരു പ്രതിഫലമോ ഇല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ നേടുന്നതിനുള്ള ഒരു പോരാട്ടമായാണ് കോമ്പറ്റീഷൻ എന്നുള്ള ഇതിനെ അർത്ഥമാക്കുന്നത്. Competition can be driving force to a person to develop their potentials to the fullest and attain maximum efficiency and effectiveness. Competition can be productivity, creativity and ingenuity. അതായത് വ്യക്തികൾക്ക് അവരുടെ കഴിവുകൾ പരമാവധി വികസിപ്പിക്കാനും കാര്യക്ഷമതയും ഫലപ്രാപ്തിയും കൈവരിക്കാനും മത്സരം ഒരു പ്രേരക ശക്തിയാകുന്നു എന്നാണ് പറയുന്നത്. മത്സരത്തിന് ഉൽപാദനക്ഷമതയും അതുപോലെ തന്നെ സർഗാത്മകതയും ചാതുര്യവും വികസിപ്പിക്കാൻ കഴിയുമെന്നും പറയുന്നു. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ. രണ്ട് ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്, പേഴ്സണൽ കോമ്പറ്റീഷൻ ആൻഡ് ഇംപേഴ്സണൽ കോമ്പറ്റീഷൻ. ആ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം, പേഴ്സണൽ കോമ്പറ്റീഷൻ ഇറ്റ് ഇൻവോൾവ്സ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഒപ്പോസിംഗ് പാർട്ടീസ്. അതായത് ഇതിൽ എതിർകക്ഷികൾ തമ്മിലുള്ള നേരിട്ടുള്ള മുഖാമുഖ സമ്പർക്കമാണ് ഉൾപ്പെടുന്നത്. നേരെ മറിച്ച് ഇംപേഴ്സണൽ കോമ്പറ്റീഷനിൽ ഇറ്റ് ഇൻവോൾവ്സ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ പേഴ്സൺ ഓർ ഗ്രൂപ്പ് നോട്ട് ഡയറക്ട്ലി അവെയർ ഓഫ് ഈച്ച് അതർ. പരസ്പരം നേരിട്ട് അറിയാത്ത വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിലുള്ള പോരാട്ടം ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഇൻ ഗ്രൂപ്പ്. It is a form of highly personalized and emotionalized struggle or opposition between individuals or groups to attain scarce goals and values. അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത് സ്കേഴ്സ് ഗോൾസിനും വാല്യൂസിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, ഇല്ലെങ്കിൽ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് വളരെ വ്യക്തിഗതവും വൈകാരികവുമായ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിലുള്ള വിരളമായ ലക്ഷ്യങ്ങളോ മൂല്യങ്ങളോ നേടുന്നതിനുള്ള എതിർപ്പിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് may help establish unity and cohesion within a group which has been threatened by hostile and antagonist feeling among the members. Conflict with the outside brings peace in the inside. ഒരു ഗ്രൂപ്പിന്റെ യൂണിറ്റിയും കൊഹഷനും ഒക്കെ സ്ഥാപിക്കാനായിട്ട് കോൺഫ്ലിക്റ്റ് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങൾക്കിടയിലെ ശത്രുപരമായതും ഇല്ലെങ്കിൽ വിരുദ്ധമായ വികാരങ്ങൾ ത്രെട്ടൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു. ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ബിക്കംസ് എ സ്റ്റെബിലൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് മെക്കാനിസം ഇൻ certain instances. അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആന്തരിക സംഘർഷം എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ സ്ഥിരപ്പെടുന്നതിനും ഇല്ലെങ്കിൽ സമന്വയിപ്പിക്കുന്നതുമായിട്ടുള്ള സംവിധാനമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് കൊഹസീവ്നെസ്. കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോജിപ്പ്, ഏകത അല്ലെങ്കിൽ ഏകീകൃത സ്വഭാവം എന്നൊക്കെയാണ് നമുക്ക് കൊഹസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഒരു ഗ്രൂപ്പിന്റെ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്? The extent to which members are loyal and committed to the group. എത്രത്തോളം ഒരു മെമ്പർ, ആ ഗ്രൂപ്പിലെ മെമ്പർ ആ ഗ്രൂപ്പിനോട് ലോയൽ ആയിരിക്കുന്നു ഇല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കൊഹസീവ്നെസ്സിനെ നമ്മൾ അളക്കുന്നത്. The members share a group goals and have a common interest. ഇവിടെ മെമ്പേഴ്സിനൊരു ഗ്രൂപ്പ് ഗോൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോമൺ ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. The members are in constant touch with each other and have a very effective interpersonal communication. അംഗങ്ങൾ പരസ്പരം നിരന്തരം സമ്പർക്കം പുലർത്തുകയും അതുപോലെ വളരെ ഫലപ്രദമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് കൊഹേഷൻ. Two important types of cohesion: task cohesion and social cohesion. So what is task cohesion? The degree to which members of a group work together to achieve common goals. പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ടാസ്ക് കോഹഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം കൂടി വർക്ക് ചെയ്യുന്നു. ആൻഡ് സോഷ്യൽ കോഹഷൻ റിഫ്ലക്ട് ചെയ്യുന്നത് the degree to which members of team like each other and enjoy each other's company. അതായത് ഒരു ടീമിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ഇല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ യൂണിറ്റിയെ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നതിന് ബേസിലാണ് സോഷ്യൽ കൊഹഷൻ എന്നാണ് പറയുന്നത്.
Next important topic is accommodation. Accommodation is a resolution of conflict. കോൺഫ്ലിക്റ്റിനെ റിസൊല്യൂഷനിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് അഡ്ജസ്റ്റിംഗ് വൺസെൽസ് ടു ദ ന്യൂ എൻവയോൺമെന്റ്. അതിനർത്ഥം ഒരു പുതിയ എൻവയോൺമെന്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ സ്വയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡിനോട്ട്സ് അക്വയർഡ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദെയർ എൻവയോൺമെന്റ്. ഏത് എൻവയോൺമെന്റിലാണെങ്കിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള തരത്തിലേക്ക് നമ്മുടെ ബിഹേവിയറിനെ മാറ്റും. According to McKeever, the term accommodation refers particularly to the process on which man attains a sense of harmony with his environment. McKeever പറയുന്നത് ഏതൊരു എൻവയോൺമെന്റിലേക്കാണോ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ഒരു ഹാർമണി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. Accommodation is a sequence of steps by which persons are recoiled to change conditions of life through the formation of changed condition themselves. So ഇതോടുകൂടി വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർന്നു. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പ് എന്താണ്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് എന്താണ്, അതിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ്, അതിൽ ഡയാഡ്സ്, ട്രയാഡ്സ്, പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, കൊഹസീവ്നെസ്, കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, അക്കോമഡേഷൻ എന്നീ പറഞ്ഞ കോൺസെപ്റ്റ്സ് ആണ് നോക്കിയത്. ഇതിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെയൊക്കെ കൺഫ്യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കൊഹഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതൊന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ നല്ലതായിരിക്കും, ആ കൺഫ്യൂഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇല്ലെങ്കിൽ അടുത്ത പാർട്ട് 2 ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അതിനകത്ത് കുറച്ച് സ്റ്റേജസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കിലുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇൻടേക്ക്, സ്റ്റഡി, ഡയഗ്നോസിസ്, പ്രോഗ്രാം ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം, ഇവാലുവേഷൻ, ഇത്രയും കാര്യങ്ങളും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കേരള PSC ഈ ഒരു കോൺസെപ്റ്റ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് ഓർ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കൂടിയായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരും. നിങ്ങൾ ആരും മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.